2 വർഷമായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഓരോ തവണ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടും അവർ ചെക്ക് ചെയ്യണം, പ്രഗ്നൻസി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിലിരുന്ന് കരയുമായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നില്ല, അങ്ങനെ ഒരു വിഷമവും സങ്കടവും നിരാശയൊക്കെ ആയിരുന്നു. ഓരോ ആഴ്ചയും പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു. ലൈവ് സ്പോൺസർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സോളി സിസ്റ്റർ ആയിരുന്നു അന്ന് ലൈവിലുണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും ലൈവിൽ പങ്കെടുത്തു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഈ മാസം ക്യാരി ആക്കണമെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. നവംബർ 20 ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ഒരു 16th എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണുന്നുണ്ട്. മെയ് 16th എൻ്റെ മാരേജ് ആണ് നടന്നത്. മാരേജ് കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് കിട്ടി. എൻ്റെ മാരേജിൻ്റെ സമയത്ത് എനിക്ക് നമ്മുടെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബാങ്കിൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നാട്ടുകാർ പറയും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു കെ സി സിസ്റ്ററിൻ്റെ.